Children, welcome to our maths class. Today we shall discuss two important theorems in calculus, Rolle's theorem and mean value theorem. Mean value theorem ത്തിന്റെ ഒരു particular case ആണ് Rolle's theorem എന്ന് പറയുന്നത്. First of all, we shall discuss Rolle's theorem. Let f is a function from closed interval AB to capital R, a set of real numbers. Be continuous on closed interval AB and differentiable on open interval AB such that f of A equal to f of B, where A and B are some real numbers. Then there exists some C in open interval AB such that f dash C equal to 0. അതായത് റോൾസ് തിയറം പറയുന്ന ഇതാണ്, ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബിയും ആണ് എങ്കിൽ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആകത്തക്ക രീതിയിൽ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എങ്കിലും കാണുവാനായിട്ട് സാധിക്കും. Now, the first condition, f is continuous on closed interval AB. Since f is continuous on closed interval AB, we know that the graph is a continuous curve without any break between the starting point x equal to A and the terminal point x equal to B. The second condition, f is differentiable on open interval AB. That is, the second condition ensures that the graph has a unique tangent at every point in open interval AB. ഏതൊരു പോയിന്റ് എടുത്താലും ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഈ ഫംഗ്ഷന് യുണീക് ടാൻജന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രാഫ് ഈസ് സ്മൂത്ത് ആൻഡ് ഹാസ് നോ ഷാർപ്പ് പോയിന്റ്സ്. ഇറ്റ് ഈസ് എവിഡന്റ് ഫ്രം ദ ഫിഗർ ദാറ്റ് there is at least one point on the curve between the starting point and the terminal point such that the tangent at which is parallel to the x-axis. x-axisന് പാരലൽ ആയിട്ട് നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഒരു പോയിന്റ് എങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. That is, this tangent is parallel to the x-axis. ചിലപ്പോൾ ഒന്നിലധികം പോയിന്റ്സ് ഒക്കെ ഉണ്ടാവാം. തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പോയിന്റ് എങ്കിലും കാണാൻ സാധിക്കും at which the tangent is parallel to the x-axis. Now, the x-axis and the tangent are parallel, and we know that the slopes of two parallel lines are equal. What about the slope of the x-axis? Slope of the x-axis is 0. Now, what about the slope of the tangent to the curve at the point C? ഇതാണ് സിയിലുള്ള ടാൻജന്റ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ആണ്. അറ്റ് ദ പോയിന്റ് സി ദ സ്ലോപ്പ് ഈസ് എഫ് ഡാഷ് സി. സിൻസ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്, their slopes are equal, we can write f dash c equal to 0. അതാണ് ഇവിടെ റോൾസ് തിയറത്തിലെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്, f dash c equal to 0. അപ്പോൾ ഒരു പോയിന്റ് എങ്കിലും ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ f dash c 0 ആകത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കും. അതാണ് റോൾസ് തിയറം പറയുന്നത്. If a function doesn't satisfy any one of these three conditions, then we say that Rolle's theorem is not applicable to f of x. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, 3 കണ്ടീഷൻസ് ആണുള്ളത്, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ എഫ് ഓഫ് എക്സിന് റോൾസ് തിയറം ആപ്ലിക്കബിൾ ആയിരിക്കുകയില്ല. സെക്കൻഡ് ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്താൽ അവിടെ എന്ന് പറയുന്ന പോയിന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്, എൻ പോയിന്റ് ആയിട്ട് സ്മോൾ ലെറ്റർ ബി എക്സ് ഈക്വൽ ടു ബി വരുന്ന പോയിന്റ് ആണ്.
അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി എൻഡ് പോയിന്റ് വരെ ഈ ഫംഗ്ഷന്റെ ഗ്രാഫിന് ബ്രേക്ക് ഒന്നും വരുന്നില്ല, കണ്ടിന്യൂസ് ഗ്രാഫാണ്. അതുപോലെ എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിളും ആണെന്ന് നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ അറിയാം. സിമിലർലി ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ബിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷൻസും ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ അത് ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് കർവിന്റെ ടാൻജന്റ് വരച്ചാൽ ഇതാണ് ടാൻജന്റ് വരുന്നത്. ഈ ടാൻജന്റ് എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ ഈ പോയിന്റ് സി ആയിട്ട് എടുത്താൽ എഫ് ഡാഷ് സി ഈക്വൽ ടു ഇവിടെ 0 കിട്ടും. നൗ അനദർ പോയിന്റ് സംവെയർ ഹിയർ, ഇവിടെ നമുക്ക് കർവില് ടാൻജന്റ് വരച്ചാൽ ഇതാണ് ടാൻജന്റ് വരുന്നത്. ഈ പോയിന്റിലും ഈ ടാൻജന്റ് എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ ഈ പോയിന്റ് സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയും എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ നമുക്കറിയാം റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. കൂടാതെ 2 പോയിന്റുകളിൽ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആകത്തക്ക രീതിയിൽ വന്നിട്ടുണ്ട്. റോൾസ് തിയറം പറയുന്നത് ഒന്നിലധികം പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ വരാം, അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആകത്തക്ക രീതി. ഒന്നിൽ കൂടുതൽ വന്നാൽ ദർ ഇസ് നോ പ്രോബ്ലം, ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് റോൾസ് തിയറം. ഓക്കെ, നൗ മീൻ വാല്യൂ തിയറം. Let f is a function from closed interval ab to capital R be a continuous function on closed interval ab and differentiable on open interval ab. Then there exists some c in open interval ab such that f dash c equal to f of b minus f of a divided by b minus a. അപ്പോൾ ഇവിടെ മീൻ വാല്യൂ തിയറത്തിൽ ഇതിന് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം എന്ന പേരും കൂടെ പറയാറുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. റോൾസ് തിയറത്തിന്റെ 3ാമത്തെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. Then there exists some c in open interval a b such that f dash c equal to f of b minus f of a divided by b minus a. റോൾസ് തിയറത്തിൽ ഇവിടെ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്നായിരുന്നു. മീൻ വാല്യൂ തിയറത്തിൽ ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്നാണ്. അപ്പോൾ ഇതിലെ എഫ് ഓഫ് ബിയുടെ വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ 0 വരും. 0 ഡിവൈഡ് ബൈ ബി മൈനസ് എ വരുമ്പം നമുക്ക് അവിടെ 0 കിട്ടും. എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മീൻ വാല്യൂ തിയറം എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതിന് ഗ്രാഫ് ശ്രദ്ധിക്കുക. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. ഇവിടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് കർവ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദി ടെർമിനൽ പോയിന്റ്. സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി, the graph has a unique tangent at every point in open interval AB. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം നമുക്ക് യുണീക് ടാൻജന്റ് ആണ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. It is evident from the figure that there is at least one point on the curve in open interval AB such that the tangent is parallel to the chord joining the starting point and the terminal point. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അവിടെ നമുക്ക് ഈ ഗ്രാഫിൽ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ഇതാണ്. സി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ഇതാണ്. ഇനി ഈ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ടെർമിനൽ പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചാൽ, അതായത് ഒരു കോഡ് നമുക്ക് ഇവിടെ കിട്ടും. ഈ കോഡും ഈ ടാൻജന്റും പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ലൈൻസും പാരലൽ ആയതുകൊണ്ട് ഇവിടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. ടാൻജന്റിന്റെ സ്ലോപ്പ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. സി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് സി ആണ്. അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് എഫ് ഡാഷ് സി. Now what about the slope of this line segment? ഈ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ
ഈ ലൈൻ സെഗ്മെന്റിലെ 2 പോയിന്റുകൾ അറിയാം. ഒന്ന് ഓർഡർ പെയർ എ എഫ് ഓഫ് എ, അതിന് x1 y1 എന്ന് നെയിം ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഓർഡർ പെയർ ബി എഫ് ഓഫ് ബി, ടേക്ക് ഇറ്റ് ആസ് ഓർഡർ പെയർ x2 y2. ഒരു ലൈനിലെ 2 പോയിന്റ്സ് അറിയാമെങ്കിൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് ലൈൻ? ദാറ്റ് ഈസ് y2 minus y1 divided by x2 minus x1. Therefore, slope of this chord that is equal to y2. y2 എന്ന് പറയുന്നത് f of b. f of b minus y1. y1 is f of a. f of b minus f of a divided by x2 എന്ന് പറയുന്നത് b യും x1 എന്ന് പറയുന്നത് a യും. അപ്പോൾ b മൈനസ് a എന്ന് വരും. അതാണ് ഇവിടുത്തെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. f of b minus f of a divided by b minus a. ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് f dash എന്ന് പറയുന്നത്. ഇത് കോഡിന്റെ സ്ലോപ്പ്. ടാൻജന്റ് സ്ലോപ്പ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കോർഡിനേറ്റ്. അതാണ് മീൻ വാല്യൂ തിയറം. How to study and by heart this theorem also. Now example. Verify Rolle's theorem for the function f of s equal to x square plus 2x minus 8. x belongs to closed interval -4 2. Rolle's theorem verify. It is a very important problem. റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസ് ഇന്റർവൽ -4 2. ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നതാണ് ക്ലോസ് ഇന്റർവൽ -4 2. അപ്പോൾ എ ഈക്വൽ ടു -4 ബി ഈക്വൽ ടു 2 എന്ന് വരും. റോൾസ് തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണോ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ, റോൾസ് തിയറത്തിന്റെ കൺക്ലൂഷനും ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇന്റർവൽ എ ബി ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. തേർഡ് കണ്ടീഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. Given f of s equal to x square plus 2x minus 8 and interval close interval -4 2. അപ്പോൾ ഇവിടെ f of s എന്ന് പറയുന്നത് നമുക്ക് അറിയാം, that is a polynomial function. And we know that every polynomials are continuous function. Therefore, being a polynomial, f of s is continuous in close interval -4 2. First condition is okay. Then സെക്കൻഡ് കണ്ടീഷൻ ഡിഫറൻഷ്യബിലിറ്റി ആണ് വേണ്ടത്. അതിന് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. ഡെറിവേറ്റീവ് ഓഫ് എ സം. ഓരോ ടൈമിന്റെയും ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2x ദാറ്റ് ഈസ് 2 into 1 2. ദെൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 8 കോൺസ്റ്റന്റ് ഓൺലി, വാല്യൂ വരുന്നത് 0 വരും. 2x plus 2 ആണ് ഡെറിവേറ്റീവ് വരുന്നത്. Therefore, the function is differentiable in open interval -4 2. Second condition is also okay. Then f of a equal to f of b ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് f of a കാൽക്കുലേറ്റ് ചെയ്യാം. a equal to -4. For f of a equal to f of -4 equal to, എങ്ങനെയാണ് f of -4 കാൽക്കുലേറ്റ് ചെയ്യുന്നത്? f of x instead of x we have to put -4. Therefore, -4 square plus 2 into -4 minus 8. -4 square 16 plus 2 into -4 minus 8 minus 8. minus 8 minus 16. Then ഇവിടെ ഒരു plus 6. That is equal to 0. Similarly, find f of b. f of b equal to f of 2. b എന്ന് പറയുന്നത് 2 ആണ്. ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് x we have to put 2. We get 2 square plus 2 into 2 minus 8. 2 square 4 plus 2 into 2 4. 4 plus 4 8. 8 minus 8 0. ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടി. അത് തന്നെയാണ് f of -4. Therefore, we have f of a equal to f of b. Third condition is also satisfied. അപ്പോൾ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ്. ഇനി റോൾസ് തിയറത്തിലെ കൺക്ലൂഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. എന്തായിരുന്നു കൺക്ലൂഷൻ? എഫ് ഡാഷ് 0 ആകത്തക്ക രീതിയിൽ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എങ്കിലും
ഉണ്ടായിരിക്കും. അതിന് എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്നെടുക്കുക. വാട്ട് ഈസ് എഫ് ഡാഷ് സി? എഫ് ഡാഷ് എക്സ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു ഹാവ് ടു പുട്ട് സി. അപ്പോൾ 2c plus 2 equal to 0. Now shift this 2 to the right side. So minus 2 എന്ന് വരും. 2c equal to minus 2. Therefore c equal to minus 2 by 2 equal to minus 1. അപ്പോൾ സിക്ക് ഒരു വാല്യൂ -1 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂ നമ്മുടെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ, അതായത് ഓപ്പൺ ഇന്റർവൽ -4 2 വരുന്നതാണോ? ഓപ്പൺ ഇന്റർവൽ -4 2 എന്ന് പറഞ്ഞാൽ -4 തുടങ്ങി 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എക്സ്ക്ലൂഡിങ് -4 ആൻഡ് 2. ഇതിന്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ് -1 എന്ന് പറയുന്നത്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -4 2. അപ്പോൾ റോൾസ് തിയറത്തിന്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഹെൻസ് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ. Examine if Rolle's theorem is applicable to the function f of s equal to greatest integer x for x belongs to close interval 5 9. Second part, can you say something about the converse of Rolle's theorem for this from this example? Converse of Rolle's theorem കുറിച്ച് ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ട്? രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈഡ് ആകാതെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ്. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇന്റഗ്രൽ പോയിന്റ്സ്. ഇന്റഗ്രൽ പോയിന്റുകളിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇന്റഗ്രൽ അല്ലാത്ത നോൺ ഇന്റഗ്രൽ പോയിന്റ്സിലാണ് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഇന്റർവെൽ ക്ലോസ് ഇന്റർവെൽ 5 9 ആണ്. ഈ ക്ലോസ് ഇന്റർവെൽ വരുന്ന ഇന്റഗ്രൽ വാല്യൂസ് ആണ് 6 7 8. ഈ ഇന്റഗ്രൽ വാല്യൂസ് എല്ലാം ഈ ഇന്റർവെലിന്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഇന്റഗ്രൽ പോയിന്റുകളിലൊന്നും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. 6 7 8 belongs to closed interval 5 9 and f is not continuous at these points. ഈ പോയിന്റുകളിലൊന്നും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ റോൾസ് തിയറത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബാക്കി കണ്ടീഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദ ഗിവൺ ഫംഗ്ഷൻ in closed interval 5 9. സെക്കൻഡ് പാർട്ട് കോൺവേഴ്സ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺവേഴ്സിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എഫ് ഡാഷ് സി 0 ആകത്തക്ക രീതിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കി കണ്ടീഷൻസിലേക്ക് പോകണം. റോൾസ് തിയറത്തിന്റെ ആദ്യത്തെ 3 കണ്ടീഷൻസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ട്രൂ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. It can be seen that f dash c equal to 0 if c is non-integer point in 5 9. Open interval 5 9. Open interval 5 9 എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ നോൺ ഇന്റഗ്രൽ പോയിന്റുകളിൽ സി എന്ന് പറയുന്ന ഒരു നോൺ ഇന്റഗ്രൽ പോയിന്റ് എടുത്താൽ അവിടെ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നോൺ ഇന്റഗ്രൽ പോയിന്റിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്കറിയാം അത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്ന നോൺ ഇന്റഗ്രൽ പോയിന്റിൽ എഫ് ഓഫ് എസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് 0 കിട്ടും. അപ്പോൾ എഫ് ഡാഷ് സി നോൺ ഇന്റഗ്രൽ പോയിന്റുകളിൽ 0 ആണ്. Therefore, the converse of Rolle's theorem does not hold for the given function in open interval 5 9. Next example, if f from closed interval -5 5 to capital R is a differentiable function and if f dash x does not vanish anywhere, then prove that f of -5 not equal to f of 5. f ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്.
അതുപോലെ എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ ആണെങ്കിൽ എഫ് ഓഫ് -5 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലോസ് ഇന്റർവെൽ -5 5 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ -5 5 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ എഫ് ഡാഷ് എസ് ഡസ് നോട്ട് വാനിഷ്. എഫ് ഡാഷ് എക്സ് വാനിഷ് ചെയ്യുന്നില്ല. എന്താണ് വാനിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്നില്ല എന്നാണ്. അതായത് എഫ് ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0യുമാണ്. The conclusion of Rolle's theorem, that is f dash c equal to 0, is not holding. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എഫ് ഡാഷ് സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Hence, the condition f of -5 equal to f of 5 must be violated. റോൾസ് തിയറത്തിന്റെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കൺക്ലൂഷൻ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് എഫ് ഓഫ് -5 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5 ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, വെരിഫൈ മീൻ വാല്യൂ തിയറം ഇഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു x³ minus 5x square minus 3x in the interval close interval AB where a equal to 1 and b equal to 3. Mean value theorem verify ചെയ്യണം. Second part, find all c belongs to open interval 1 3 for which f dash c equal to 0. Mean value theorem verify ചെയ്യണം. നമുക്ക് വെരിഫൈ ചെയ്യാം. മീൻ വാല്യൂ തിയറത്തിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കൺക്ലൂഷൻ ആയിട്ടുള്ള കണ്ടീഷൻ എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ആകത്തക്ക രീതിയിൽ ഓപ്പൺ ഇന്റർവെൽ 1 3 സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് റൈറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ minus 5x square minus 3x. We know that it is a polynomial function. Being a polynomial, f of s is continuous in closed interval 1 3. Now differentiate f of x. That is f dash is equal to derivative of x³ minus 5x square minus 3x. Derivative of x cube 3x square minus derivative of 5x square. That is 5 into 2x. That is minus 10x minus derivative of 3x. That is 3 into 1 3. അപ്പോൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. Therefore f is differentiable in open interval 1 3. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. Now find f of b. f of b equal to ഇവിടെ b എന്ന് പറയുന്നത് 3 ആണ്. Therefore f of 3 equal to എങ്ങനെയാണ് f of 3 കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ f of x ൽ instead of x put 3. അപ്പോൾ 3 cube minus 5 into 3 square minus 3 into 3 എന്ന് വരും. Equal to 27 minus 45 minus 9 equal to minus 27. Similarly find f of a. f of a equal to 1 ആണ്. f of 1 equal to instead of x put 1. That is 1 cube minus 5 into 1 square minus 3 into 1 equal to, on simplification we get 7. Now substituting these values in the formula f dash c equal to f of b minus f of a divided by b minus a. What is f dash c? f dash x നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ instead of x we have to put c. Therefore 3c square minus 10c minus 3 equal to f of b എന്ന് പറയുന്നത് f of 3 minus f of a is f of 1 divided by 3 minus 1. That is 3c square minus 10c minus 3 equal to minus 27 plus 7 all divided by 2. Minus 27 plus 7 is minus 20 by 2 is minus 10. Shift this minus 10 to the left side. ഇവിടെ minus 3 plus 10 വരും. That is plus 7. That is 3c square minus 10c plus 7 equal to 0. Now it is a quadratic equation in C.
We can solve for C using the formula C equal to minus B plus or minus root of B square minus 4AC all divided by 2A. Substitute the values and simplify. We get this is equal to 7 by 3 or 1. സിക്ക് ഇവിടെ രണ്ട് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം 7/3. 7/3 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് വരും. അപ്പം അത് നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ 1-3 ഇൻക്ലൂഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഇന്റർവെൽ 1-3 എന്ന് പറഞ്ഞാൽ 1 തുടങ്ങി 3 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എക്സ്ക്ലൂഡിങ് 1 ആൻഡ് 3. അപ്പോൾ 7/3 എന്ന് പറയുന്ന പോയിന്റ് ഈ ഇന്റർവെല്ലിൽ പെടുന്നതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് കൺസിഡർ ചെയ്യാം 1. 1 എന്ന് പറയുന്ന പോയിന്റ് ഓപ്പൺ ഇന്റർവെൽ 1-3 വരുന്നതാണോ? ഓപ്പൺ ഇന്റർവെൽ 1-3 1 വരുന്നതല്ല. അപ്പൊ നമുക്ക് ഈ 1 ഓപ്പൺ ഇന്റർവെൽ 1-3 വരുന്നതല്ല. അപ്പോൾ ഒരു പോയിന്റ് മാത്രമേ ഓപ്പൺ ഇന്റർവെൽ 1-3 വരുന്നതുള്ളൂ. നമ്മുടെ തിയറത്തില് കൺക്ലൂഷൻ ഇതാണ്, ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും. ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. therefore mean value theorem is verified. Okay, I have some assignments for you. Do it yourself.